ഞങ്ങൾ കാസർഗോഡ് നിന്ന് തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങളെ കാണാൻ വന്നതൊരു വിധവയാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പള്ളിയിൽ ബൈക്കിൽ പോകുമ്പോൾ ആന ബൈക്ക് മറിച്ചിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ ചവിട്ടിക്കൊന്നു. രണ്ടാമത് വന്ന വിധവ 5000 വാഴ വച്ച ജോസ് എന്ന കർഷകൻ, അയാളുടെ എല്ലാ വാഴയും പന്നിക്കൂട്ടം നശിപ്പിച്ചു. 1 രൂപ പോലും ഈ സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തില്ല. അയാൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ ആത്മഹത്യ ചെയ്ത നെൽകർഷകർ, ആത്മഹത്യ ചെയ്ത കൃഷിക്കാർ, ഞങ്ങൾ ആലപ്പുഴയിൽ ചെന്നപ്പോൾ ആത്മഹത്യ ചെയ്ത കർഷകന്റെ ഭാര്യ നെല്ല് പാടത്ത് പണിയെടുത്ത് ചോര വിയർപ്പാക്കി പണിയെടുത്ത് നെല്ലുൽപാദിപ്പിച്ച് ആ നെല്ല് സർക്കാർ കൊണ്ടുപോയിട്ട് 6 മാസമായിട്ടും ആ നെല്ലിന്റെ വില കൊടുക്കുന്നില്ല. വന്യജീവി ആക്രമണത്തിൽ പരിക്കേറ്റവർക്കും കർഷകർക്കുമായി 7000 പേർക്കാണ് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത്. ഈ സർക്കാർ എല്ലാം തകർത്ത് തരിപ്പണമാക്കി ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ജീവിക്കാൻ കഴിയാത്ത പ്രയാസമാണ്. അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? ഉച്ച ഊണിന് ഭക്ഷണം കൊടുക്കാൻ പൈസയില്ല കുഞ്ഞുങ്ങൾക്ക്. ഇപ്പൊ കണ്ടില്ലേ, SLC പരീക്ഷയ്ക്ക് പരീക്ഷ നടത്താൻ കാശില്ല. ഞാൻ സമൂഹ മാധ്യമത്തിൽ കണ്ടു, സ്കൂളിന്റെ കഴുക്കോലൂരി ഞങ്ങൾ SLC പരീക്ഷ നടത്തുമെന്ന്. ആ സ്ഥിതിയിലേക്ക് പോവുകയാണ്. 5 നയാ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, ട്രഷറിയിൽ ഖജനാവിൽ പൂച്ച പറ്റി കിടക്കുകയാണ്. ധനകാര്യമന്ത്രിക്ക് വലിയ പ്രയാസമായി. ഞാനത് പറയാൻ കാര്യം, എന്റെ വീട്ടിൽ പൂച്ചയുണ്ട്. പൂച്ച പ്രസവിക്കാറാവുമ്പോൾ 2 ദിവസം ഒരു ഓട്ടമുണ്ട്, ഒരു അന്വേഷണമുണ്ട്. അന്വേഷിച്ചിട്ട് ആരുമില്ലാത്ത സ്ഥലത്താണ്, ഒന്നുമില്ലാത്ത സ്ഥലത്താണ് പോയി പ്രസവിക്കുന്നത്. കേരളത്തിൽ പൂച്ചയ്ക്ക് പ്രസവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലം കേരള സർക്കാരിന്റെ ഖജനാവാണ്. നയാ പൈസ അവരുടെ കയ്യിലില്ല. നിങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഉണ്ടല്ലോ. പഞ്ചായത്തിൽ ഒരു പുല്ല് വെക്കാൻ അതിന്റെ കാശ് കൊടുക്കാൻ ട്രഷറി പാസ്സാക്കുവോ? നിങ്ങൾ റോഡ് പണിതാൽ ട്രഷറി പാസ്സാക്കുവോ? ഈ സംസ്ഥാനത്ത് റോഡ് പണിയാൻ പണമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇവർ കേരളത്തെ മുടിഞ്ഞ തറവാടാക്കി മാറ്റി. നമ്മൾ തിരിച്ചറിയണം. വർഗീയവാദികളെ, ഈ വർഗീയതയെ നമ്മുടെ രാജ്യത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടി ഈ ധിക്കാരികൾക്ക് പാഠം പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ ശ്രീ ആന്റോ ആന്റണി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങളുടെ ജനപ്രതിനിധിയായിരുന്നു. അദ്ദേഹം എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തി, പാർലമെന്റിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി. രാജ്യത്ത് നടക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, ഇടപെടലുകൾ നടത്തി, ഡിബേറ്റിൽ പങ്കെടുത്ത് നിങ്ങളുടെ നാടിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച പാർലമെന്റ് അംഗമായി മാറി. അദ്ദേഹം പ്രധാനമന്ത്രി സഡക് യോജനയിൽ കേന്ദ്ര റോഡ് ഫണ്ടിൽ കോടിക്കണക്കിന് രൂപയുടെ റോഡുകൾ കൊണ്ടുവന്നു. അദ്ദേഹം ഇവിടെ 2 കേന്ദ്രീയ വിദ്യാലയങ്ങൾക്ക് 52 കോടി രൂപ മുടക്കി കെട്ടിടം പണിതു കൊടുത്തു. അദ്ദേഹം തിരുവല്ല റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ പണം അനുവദിപ്പിച്ചു. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ, വൈവിധ്യമാർന്ന മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് പണം അനുവദിക്കാൻ, ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഠിനാധ്വാനം ചെയ്ത ഒരു MP കൂടിയാണ്.